ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു നാണംകെട്ട ട്രെൻഡാണല്ലേ. കുറേ ഓൺലൈൻ മീഡിയക്കാരും അതുപോലെ മുൻനിര ചാനലുകാരും യൂട്യൂബേഴ്സും ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു എന്താ പറയുക, ഒരു മരണ വീടാണോ കല്യാണ വീടാണോ എന്താണെന്ന് അറിയാതെ ചുമ്മാ ക്യാമറയും തള്ളിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത കാണിക്കുന്നത്. അതിലിപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ശ്രീനിവാസൻ മരിച്ച സമയത്ത് അവരുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരുടെയും പുറകെ ക്യാമറയും പിടിച്ച് നടക്കുക. യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ശരി, ഫോണിലെ ക്യാമറയാണെങ്കിലും അല്ലാണ്ടുള്ളതാണെന്നുണ്ടെങ്കിലും അവരുടെ പുറകെ പോവുക, അവരോട് ചുമ്മാ ആ സമയത്തുള്ള ഓരോരോ കാര്യങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ളത് ചോദിക്കുക. അതുപോലെ തന്നെ കണ്ടാണ് ഈ ശ്രീനിവാസന്റെ കർമ്മം ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുകളിലായിട്ട് മൈക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവച്ച് എന്താണ് അവർ പറയുന്നതെന്ന് റെക്കോർഡ് ചെയ്തെടുക്കാനുള്ള നോക്കുന്ന ഒരു നാണംകെട്ട സ്വഭാവം ഇതെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ ഈയിടെ മോഹൻലാലിന്റെ അമ്മ മരിച്ചപ്പോഴത്തേക്കാണെങ്കിലും അവിടെ വന്നിരിക്കുന്നവരോടാണെങ്കിലും എന്ത് തോന്നുന്നു, എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച് അവർ പുറകെ നടക്കുന്നു. അമ്മയുടെ കർമ്മം ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞ എന്നെ കർമ്മം ചെയ്യാൻ അനുവദിക്കും എന്നും പറഞ്ഞു. അപ്പൊ എന്തൊരു ഗതികേടാണെന്ന് വെച്ചോക്കിയേ. പുള്ളി നമുക്ക് സെലിബ്രിറ്റിയും സൂപ്പർ ഹീറോയും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിലും പുള്ളി ഒരു മകനാണ്, പുള്ളിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളുണ്ട്. പുള്ളി അവിടെ നിൽക്കുന്നത് A to Z ഒപ്പി എടുത്തോണ്ടിരിക്കുക. എന്നിട്ടും അയാൾ എന്താ പറയാ, അയാളുടെ അമ്മയാണെന്നുണ്ടെങ്കിലും സന്തോഷത്തോടെയാണ് മരിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും നല്ലൊരു മകന് ജന്മം കൊടുത്ത് ഇതിന്റെ എന്താ പറയാ മരിച്ചു പോയത്. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ അവരൊന്നും ഇല്ലായ്മ അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടോ അല്ല, പ്രായമായതുകൊണ്ടാണ്, അല്ല പെടുമരണോ അല്ല വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് മോഹൻലാൽ ചിരിച്ച് നിൽക്കുന്ന അല്ലെ ചിരിച്ച് വരവേൽക്കുന്നതിനെ അവരെ ആൾക്കാരൊക്കെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഇവന്മാരൊക്കെ തന്നെയല്ലേ. അതുപോലെ അദ്ദേഹം പോലും അത്രയും എന്താ പറയാ ഇറിറ്റേറ്റഡ് ആയതുകൊണ്ടായിരിക്കും ഇവന്മാരോട് പറഞ്ഞു ഒന്ന് അനുവദിക്കും എന്നും പറഞ്ഞ. എന്നിട്ട് പോലും ഇവനൊക്കെ ആ നാണംകെട്ട മാധ്യമധർമ്മം മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവന്മാരുടെ സ്കില്ല് ഉപയോഗിക്കുക, അതെന്തെങ്കിലും സമൂഹത്തിന് പ്രയോജനം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ തൂക്കിപ്പിടിച്ച് നടന്നിട്ട് കാര്യമുണ്ട്. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു മരണ വീട്ടിലേക്ക് വരുന്ന പലർക്കും പല മാനസികാവസ്ഥയായിരിക്കും. ചിലപ്പം ചിലർ പേരിന് വേണ്ടിയിട്ട് വന്ന് ആൾക്കാരുടെ മുമ്പ് ഷോ കാണിച്ചൊരു റീത്തും വെച്ച് പോകാൻ വരുന്നവരായിരിക്കും. അവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. കാരണം മുഖം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലാതെ ചിലർക്ക് ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരായിരുന്ന ഒരു വിട്ടുപോയതിന്റെ വിഷമം കൊണ്ടൊക്കെ ആയിരിക്കും അവർ ഈ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ആ ടൈമിൽ അവരുടെ മുമ്പിൽ അവർക്കൊരു പ്രൈവസി കൊടുക്കാതെ ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് അവരുടെ മുമ്പിലോട്ട് ചെല്ലുക, അവരോട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നും പറഞ്ഞ് ചോദിച്ചു ചെല്ലുക. ഇതിനോടൊന്നും അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് മാത്രമല്ല, എനിക്കൊന്നും ഒരുമാതിരിപ്പെട്ട ആർക്കും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഈ കുറെ ഓൺലൈൻ മീഡിയാസ് ഇപ്പൊ എന്താ പറയാ നീലക്കുയിൽ അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ കാണിക്കുന്നത് മനസ്സിലാകുന്നില്ല. സമൂഹത്തിൽ മാറ്റി നിർത്തേണ്ടവരെ പോലും അവരാണ് ഇപ്പൊ പൊക്കിക്കൊണ്ട് വരുന്നത്. കാരണം അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവർക്കൊരു കണ്ടന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരിതെല്ലാം ഈ ക്യാമറയും പൊക്കി പിടിച്ച് 24 മണിക്കൂറും അങ്ങനെയല്ല പറയണ്ടേ, 24/7 ഇതിന്റെ പുറകെ അങ്ങ് നടക്കാന്ന് വേണം പറയേണ്ടത്. അവർക്കൊരു സമയം പോലും ഇല്ല. നമ്മളിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഇപ്പോൾ ഒരു അമ്മയുടെ പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറി പോകുന്ന താരങ്ങൾ വണ്ടി ഓടിച്ചോണ്ട് പോയതും വണ്ടി ഓടിച്ചോണ്ട് ഇറങ്ങി സ്വന്തം കാറി വന്ന് ഇറങ്ങി സ്വന്തം പ്ലേറ്റിൽ ഊണ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ, അല്ലെങ്കിൽ സ്വന്തം കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ഊള കമന്റ് വിട്ട് ഇവർ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതവിടെ നിൽക്കട്ടെ. ഇപ്പം മെയിനായിട്ട് പറയാനുള്ളത് ഈ മരണ വീട്ടിലെ കാര്യം. ഈ മരണ വീട്ടിലെങ്കിലും ഇവന്മാർക്ക് ഈ ഒരു മാന്യത കാണിച്ചൂടെ. ജസ്റ്റ് ഇപ്പോൾ ഇവന്മാർക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൂരെ നിന്നൊന്ന് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ കയറി പോകുന്നു, അവിടെ കൊണ്ട് ആ സംഭവം നിർത്തി കഴിഞ്ഞാൽ തീർന്ന്. ഇത് അവരുടെ അണ്ണാക്കിലോട്ട് കൊണ്ട് ക്യാമറ വെച്ച് അവരിൽ നിന്ന് എന്താ പറയാ അവർക്ക് പറയാനുള്ളത് അറിഞ്ഞെടുക്കുക, അവരുടെ മുഖത്തേക്ക് സൂം ചെയ്ത് പോവുക. അവർക്കൊരു പ്രൈവസി കൊടുക്കുന്നില്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരൊരു മനുഷ്യരാ. സിനിമാടന്മാരാണെങ്കിലും സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിലും അവരെല്ലാം മനുഷ്യരാ. അവരെല്ലാം അവരുടേതായിട്ടുള്ള ഒരു സ്വകാര്യത ഉണ്ടവർക്ക്. അത് അവർ മാനിക്കപ്പെടണം. അത് ഇവന്മാരും മനസ്സിലാക്കാതെ കുത്തിക്കൊണ്ടു പോകുന്ന രീതി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ല. ഇത് ഇവന്മാരൊക്കെ ഇനി എന്ന് മനസ്സിലാക്കി എന്ന് തിരുത്താനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പൊ തന്നെ ആണെന്നുണ്ടെങ്കിലും ആ ജാസിയൊക്കെ നടന്നു പോകുന്നതിന്റെ കുറെ ഇപ്പൊ എന്തോ ഒരു ട്രാൻസ് മൂവ്മെന്റ് അതിന്റെ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴത്തേക്കും അവരുടെയൊക്കെ അണ്ണാക്കിക്കൊണ്ട് ക്യാമറ തിരുത്തി അവളുമാര് നല്ല രീതിയിൽ ഇവന്മാർ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക. അതും കേട്ടോണ്ട് കിണിച്ചുകൊണ്ട് നിൽക്കും ഇവന്മാര്. ഇവന്മാരെ പോലുള്ളവന്മാർ ക്യാമറയും തൂക്കി പിടിച്ച് പുറകെ നടന്നത് കൊണ്ടാണ് ഇവരെയൊക്കെ ലോകം അറിഞ്ഞതും ഇവരെയൊക്കെ പൊക്കി പിടിച്ച് എല്ലാവരും എന്താ പറയാ കാണുന്ന രീതിയിലാവുകയും ഇവരുടെയൊക്കെ ഊളത്തരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിലോട്ടും വരുന്നത്. അത് ഇവന്മാര് മനസ്സിലാക്കുന്നില്ല. ഇവന്മാരുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവന്മാര് ആർക്കോ വേണ്ടിയിട്ട് പട്ടിയെ പോലെ പണിയെടുത്തോണ്ടിരിക്കുക. അതുപോലെ ഇവന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ റീച്ചിന് വേണ്ടി ഈ ആവശ്യമില്ലാത്ത ഓരോരുത്തർ ഇപ്പൊ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് നമ്മുടെ രേണുസുതിയൊക്കെ കുറെ ട്രോളും വന്ന് അവിടെ കൊണ്ട് തീരേണ്ട വിഷയം ഇവന്മാര് തന്നെ പൊക്കി പിടിച്ച് രേണുസുതിയുടെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രേണുസുതിയുടെ പുറകെ ക്യാമറയും കൊണ്ട് നടന്ന് ഇവന്മാരിപ്പോ കണ്ടന്റ് വിട്ട് മറ്റുള്ളവരുടെ മൂടും താങ്ങി ക്യാമറയും കൊണ്ട് പോകുമ്പോഴത്തേക്കും രേണുസുതി ലണ്ടനിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പ്രോഗ്രാമായിട്ട് ഇവന്മാര് തന്നെ വളർത്തി കൊണ്ടുവന്നത്. അതുപോലെ ഈ അലൻ ജോസ്, നമ്മുടെ ആറാട്ടണ്ണൻ, ഇവന്മാരുടെ എല്ലാം പുറകെ ഇവന്മാര് തുപ്പാനും തൂറാനും നടക്കുമ്പോൾ അതിന്റെ എല്ലാം പുറകെ ക്യാമറയും കൊണ്ട് നടന്ന് ഇവന്മാര് വളർത്തി വിട്ടുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരെയാണ് ഇവന്മാർ ഈ പൊക്കി കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ബസ്സിൽ നടന്ന സംഭവം ഇപ്പം ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ തന്നെ ആണെന്നുണ്ടെങ്കിലും പല ഓൺലൈൻ ചാനലുകളും അവളുടെ ഫോട്ടോയും ഇട്ട് അവൾ പ്രതികരിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പൊ ചുമ്മാ അവൾ പറഞ്ഞ ഡയലോഗുകൾ, അതായത് അവൾ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രതികരണമായിട്ട് വന്നിരിക്കുന്ന സംഭവം തന്നെ പോസ്റ്റായിട്ട് ഇട്ടുകൊണ്ട്, അതായത് ഈ അടിമകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവർ പോലും അറിയാതെ അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ന്യായീകരണ തൊഴിലാളികളാണ് ഇവന്മാർ. സത്യം പറഞ്ഞാൽ ഇവന്മാർ ഉദ്ദേശിക്കുന്ന ഇവന്മാർക്ക് ആ ചാനലൊന്ന് റീച്ച് ആകുക അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ചിന്തിക്കുന്നുള്ളൂ.
പക്ഷെ അതിലൂടെ മറ്റുള്ളവർക്ക് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ മുമ്പിട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഈ ബസ്സിലെ പ്രശ്നം വന്ന പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇതുകൊണ്ട് എല്ലാം കൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടാകത്തുള്ളൂ. കാരണം നെഗറ്റീവ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഉയരാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അത് കാരണം അവർക്ക് നേട്ടം ഉണ്ടാകത്തുള്ളൂ. ആ നേട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം അവന്മാർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്കതൊരു വളമായി വളർച്ചയിൽ എന്താ പറയുക ഓരോരോ ചവിട്ടുപടിയാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവന്മാർ മനസ്സിലാക്കുന്നില്ല, ഇവന്മാരുടെ റീച്ചിന് വേണ്ടിയിട്ട് ഒരു ഗുണമില്ലാത്ത നിങ്ങളെയാണ് വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് പുറകോട്ട് നിൽക്കുന്ന ഈ നല്ലപോലെ പഠിക്കുന്ന പിള്ളേരെല്ലാം കഴിവുണ്ടായിട്ട് എത്തിച്ചേരാൻ പറ്റാത്തവരുണ്ട്. അവരെയൊക്കെ ഇവന്മാർ ഈ വീഡിയോസിലൂടെ പൊക്കിക്കൊണ്ട് മുകളിൽ കൊണ്ടുവന്ന അതിനൊരു അന്തസ്സുണ്ട്. ഇത് ഒരാവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള നാണംകെട്ടനെയൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നതിലാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം ഇവന്മാരുടെ ഈ മാധ്യമധർമ്മം ഇവന്മാർ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യുക എന്താണേലും.